എന്തെല്ലാം വിഭവങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. എന്തായാലും അത് അറിയാൻ വേണ്ടി എനിക്ക് ആകാംക്ഷ, ഒപ്പം നിങ്ങൾക്കും ആകാംക്ഷ. സോ കം ഓൺ. ഇതാണ് ഞാൻ പറഞ്ഞ റീമ ചേച്ചി. റീമ ചേച്ചിയുടെ കിച്ചൺ ക്ലാസ് എടുക്കുന്ന റൂമാണിത്. കാരണം വീട്ടില് താഴെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറും മുകളിൽ കുറച്ചു പേർക്ക് പാചകമെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞ് അടുക്കളയാണ് ഇവിടെ കാണുന്നത്. റീമ ചേച്ചി, ഈ പാചകം പരീക്ഷണം നടത്തിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് എല്ലാം പഠിച്ചിട്ടാണോ മറ്റുള്ളവർക്ക് ഇതിപ്പോ പറഞ്ഞു കൊടുക്കുന്നത്? ഇല്ല, എനിക്ക് ആദ്യം തൊട്ടേ എനിക്ക് കുക്കിങ്ങിനോട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്റെ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത ക്വാളിറ്റിയാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. പിന്നെ ടേസ്റ്റ് ഉള്ളതാണെന്ന് നമ്മൾ കേട്ടറിഞ്ഞിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. എങ്ങനെയാണ് വീട്ടില് അമ്മയെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു? അമ്മയിലും കൂടുതൽ അച്ഛനായിരുന്നു വലിയ കുക്ക്. അപ്പൊ എന്റെ ബ്രദേഴ്സ് നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ എന്റെ ഒരു ഇളയ ബ്രദർ ഇന്റർനാഷണൽ ഷെഫാണ്. അപ്പം ഈ പാരമ്പര്യമായിട്ടുള്ള കിട്ടിയ ഒരു കഴിവാകുമ്പോൾ എങ്ങനെയുള്ള പാരമ്പര്യമായിട്ടുള്ള ഇനങ്ങളാണോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്, അതോ മോഡേൺ രീതിയിലേക്ക് റീമ ചേച്ചി മാറിയോ പാചകം? ആദ്യത്തെ കോഴ്സിന് വേണ്ടി ഞാൻ മോഡേൺ രീതിയിലേക്ക് മാറേണ്ടി വന്നു. എന്നുവെച്ചാൽ ഞാൻ ഒരു ചെറിയൊരു സർവേ നടത്തിയപ്പോൾ എല്ലാവർക്കും കൂടുതൽ പുറത്തു പോയി കഴിക്കണ ഭക്ഷണമാണ് വീട്ടിലുണ്ടാക്കാൻ ഇഷ്ടം. അപ്പൊ അത് പുറത്തു പോകേണ്ട അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ചൈനീസ് ഫുഡ്സ്, സ്നാക്സ്, സ്റ്റാർട്ടേഴ്സ്, പുഡിംഗ്, കേക്ക്സ് അങ്ങനെയുള്ള ഇതിലേക്ക് മാറി. പക്ഷെ ആണുങ്ങളുടെ വശത്തുനിന്ന് ഡിമാൻഡ് നാടൻ പാചകത്തിനാണ്. അപ്പൊ ഞാൻ അതിന്റെ പണിശാലയിലാണ്. എന്തെല്ലാം ഐറ്റംസ് ആണ് ടേസ്റ്റ് ടൈമിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്? ഇന്ന് ഞാൻ അൾട്രാ മോഡേൺ ആയിട്ടില്ല, കുറച്ച് നാടൻ രീതിയിലാണ് ഞാൻ പോയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒക്കെ ഒരു തൃശ്ശൂർ ഫാമിലീസിൽ മാത്രം ഇങ്ങനെ പുറത്തൊന്നും അധികം കേട്ടിട്ടില്ലാത്തൊരു വിഭവമാണ്. അതായത് കീമ ബോൾ കറി എന്ന് പറയും. അതായത് മിക്സ് ചെയ്ത ബീഫ് കൊണ്ട് നമ്മളൊരു കറി ഉണ്ടാക്കുകയാണ്. അത് റൈസിന്റെ ഒപ്പം നല്ലതാണ്, ചപ്പാത്തിയുടെ ഒപ്പം പോവും, ബ്രെഡിന്റെ ഒപ്പം പോവും, നാൻ, റൊട്ടി ഏതിന്റെ ഒപ്പം പോവാൻ പറ്റുന്ന ഒരു കറിയാണത്. അപ്പൊ കീമയുടെ ഈ കാര്യം പറഞ്ഞപ്പോ നമ്മളൊന്നും കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ സംസാരം ലാംഗ്വേജ് എവിടെയെല്ലാം കേട്ടുപറഞ്ഞ, ഏതോ സിനിമകളിലെല്ലാം കേട്ടുപറഞ്ഞ ഒരു തൃശ്ശൂർ സ്ലാങ് ആണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോ പുതുമ അതിനുകൊണ്ട്, ഒപ്പം പാചകത്തിന്റെ കാര്യത്തിൽ നാടൻ രീതിയിലേക്കാണ് നമ്മുടെ റീമ ചേച്ചി പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ആവശ്യമായ കാര്യങ്ങൾ? അത് നമ്മുടെ ഒരു ഫ്രഷ് കീമ വാങ്ങിച്ചുകൊണ്ട് വരാം. അത് നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഒപ്പം ജിഞ്ചർ, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ മല്ലിയില, കുറച്ച് ഉപ്പ്, അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കണ്ട, ഒന്ന് റഫായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അത് ഈ കീമയുടെ ഒപ്പം നന്നായിട്ട് കൂട്ടിച്ചേർക്കുക. എന്നിട്ട് അത് ഇങ്ങനെ ബോളാക്കി വെക്കുക. ഇപ്പൊ കീമ കുക്ക് ചെയ്തിട്ടില്ല, ഫ്രഷ് ആണ്. ചെയ്യേണ്ട കാര്യങ്ങൾ മീറ്റ് വേണം, അതുപോലെ തന്നെ ജിഞ്ചർ, ഇഞ്ചി വേണം, ഒപ്പം പിന്നെ പച്ചമുളക്, ഉപ്പ്, ഉള്ളി, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ബൗൾ രൂപത്തിലാക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മുടെ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് വേറെ ഒന്നും റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഏതെല്ലാം? പിന്നെ നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി വേണം, മുളക്, മഞ്ഞൾ, പിന്നെ ചെറുള്ളി. ഇത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണോ? ചെറുള്ളി ചെറുതായിട്ട് നമ്മൾ താളിക്കാൻ വേണ്ടി ചെയ്തത്. അപ്പൊ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിൽ കുറച്ച് നമ്മള് നാളികേരം വറുത്തിട്ട്, മസാല ഇട്ട് വറുത്തിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണിത്. നാളികേരം മസാല ഇട്ട് വറുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? നാളികേരം നമ്മള് ചിരകി എടുത്തിട്ട് അതിൽ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ട് മസാല, അതായത് പട്ട, കരിയാമ്പൂ, കശകശ, പെരിഞ്ചീരകം ഇതിട്ട് നന്നായിട്ട് റെഡ് കളറിൽ വറുത്തെടുത്തു. അതെടുത്ത് ഗ്രൈൻഡ് ആക്കി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് പൊട്ടാറ്റോസ് അതിന്റെ കൂടെ ഇടാം. വേവിച്ച് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. അത് ഓപ്ഷനല്ല, അല്ലെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് കുക്ക് ചെയ്താലും പ്രഷർ കുക്ക് ചെയ്താലും മതി, പറ്റും. പിന്നെ കുറച്ച് താളിക്കാനായിട്ട് ഇഞ്ചി, പച്ചമുളകും, വേപ്പില. താളിക്കാൻ വേണ്ടി ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില. ഇതെന്താണ് ഇത് രണ്ടും? ഇത് ഗ്രേവിക്കുള്ള, ഇത് തിക്ക് മിൽക്കാണ്. ഇത് കട്ടിയുള്ള ഒന്നാം പാലാണ്. ഒന്നാം പാലും രണ്ടാം പാലും. തേങ്ങാപ്പാല് തന്നെ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത്. തേങ്ങാപ്പാലാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മീൻകറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള മീൻകറി, കായൽ മീൻകറിയിൽ അതിലും ഒന്നാം പാലും രണ്ടാം പാലും എപ്പം ചേർക്കുന്നില്ല കണ്ടു. അതുപോലെ തന്നെ ഇവിടെയും ഒന്നാം പാലും രണ്ടാം പാലും എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഗ്രേവിക്ക് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാം.
കീമ ബോൾ കറി തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്റ്റവ് ഓൺ ആക്കി അതിനുശേഷം നമ്മൾ പാത്രം വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ എത്രയാണ് ആവശ്യം? എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ. നമ്മൾ എത്ര ഇതാണ് പാചകം ചെയ്യുന്നത്? എത്ര കീമയാണ് ഇതിന്റെ അകത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി? അറൗണ്ട് ഒരു 15 ബോൾസ് ഉണ്ട്. 15 ബോൾസ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ കുറച്ച് സവാള അരിഞ്ഞു വെച്ചത്. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എത്ര സവാള വരും? ഇതൊരു ചെറുത് 2 എണ്ണം. ചെറിയ സവാള 2 എണ്ണമാണ് ഇതിലിപ്പോൾ ഇട്ട് കൊടുത്തത്. അതിനുശേഷം എണ്ണയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആവണം? വേണ്ട, ജസ്റ്റ് ട്രാൻസ്പെറന്റ് ആയാൽ മതി. ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയത്. എല്ലായിടത്തും ചെല്ലുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആവണം, അല്ലെങ്കിൽ റെഡിഷ് ആവണം. ഇതിന്റെ സൈഡിലെല്ലാം പറയുന്നുണ്ട്. അപ്പം റെഡിഷ് ആവണ്ട, അപ്പൊ ലൈറ്റ് ബ്രൗണും ആവണ്ട. അപ്പൊ കുറച്ചൊന്ന് ജസ്റ്റ് അതിന്റെ ഒരു പച്ച മണം പോയാൽ മതി. ഓക്കെ, അതിന്റെ ഒരു പച്ച മണം മാറി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത